ഡിയേഴ്സ് എല്ലാവർക്കും ഗീതാ പൗണ്ടൻ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഗീതുവിന് സംശയം ഉണ്ടായിരുന്നല്ലോ, കുറച്ചൊരു നാളായി ഗീതുവിന് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഒരു സംശയത്തിൽ നമ്മുടെ ഗീതു ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പോകുമ്പോൾ ഗീതുവിന്റെ സംശയം പോലെ തന്നെ ഗീതു 7 ആഴ്ച ഒരു പ്രഗ്നന്റ് ആട്ടോ. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഗീതു എന്താ പറയുക ടെസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് ചെല്ലുന്നൊരു രംഗങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ ഗീതു ഈ കാര്യം ഗോവിന്ദിനെ നമ്മുടെ കണ്ണേട്ടനെ ഫോൺ ചെയ്ത് പറയുന്നില്ല, നേരിട്ട് അറിയിക്കാനുള്ള ഒരു സന്തോഷത്തില് അവർ ഏജിയൻ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു പുതിയ പ്രൊജക്ട് ആകെ തകിടം മറിഞ്ഞത് ചേതൻ ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയാട്ടോ അവിടെ കാണാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ ഗോവിന്ദിനെ ആ ഒരു പ്രോജക്റ്റ് മറിച്ച് ചതിച്ചത് നമ്മുടെ രാധികാമ്മയും വരണം കൂടിയാട്ടോ. ചേതൻ ഗ്രൂപ്പിന്റെ കൈകളിൽ നിന്നിട്ട് ആ ഒരു ചേതൻ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ആ ഒരു മുതലാളി നമ്മുടെ സുവർണയാട്ടോ. സുവർണ ആ ഒരു നമ്മുടെ രാധികാമ്മയ്ക്ക് നമ്മുടെ വരണം നമ്മുടെ ഗോവിന്ദിനെ ചതിച്ച ഒരു പ്രൊജക്ട് കൊടുത്തതിന്റെ പേരിൽ 10 കോടി രൂപയും കൊടുക്കുന്നുണ്ട്. അപ്പൊ രാധികാമ്മ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് കണ്ണനെ ചതിച്ച തുക ഞാൻ മേടിക്കേണ്ടി വരുന്നത്, ഇതെന്റെ ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാധികാമ്മ നമ്മുടെ എന്താ പറയാ നാർക്കല്ലേ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ പൈസ റെഡിയാക്കിയിട്ടുണ്ട്, നീ വന്ന് മേടിക്കണം എന്നൊക്കെ പറയുന്ന കുറച്ച് രംഗങ്ങളും ആട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഗീതു ഇക്കാര്യം എങ്ങനെ നമ്മുടെ ഗോവിന്ദിനെ അറിയിക്കും എന്നുള്ള ഒരു പ്രാക്ടീസിലാട്ടോ. എന്താ പറയാ, നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു, അങ്ങനെ കുറെ ഡയലോഗ് ഇങ്ങനെ മാറിയും പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഗീതു പ്ലാൻ ചെയ്യുവാട്ടോ. നമ്മുടെ ഗീതു ആ ഒരു തന്നെ പ്രണയം വെളിപ്പെടുത്തിയ അതേപോലെ തന്നെ നമ്മുടെ ഗോവിന്ദൻ ഈ ഒരു കാര്യം ഗോവിന്ദനെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു കുറെ പേപ്പറിലൊക്കെ എഴുതി ബെഡിന്റെ അടിയിലൊക്കെ വെക്കുന്ന കുറെ രംഗങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗോവിന്ദാണെങ്കിൽ അവിടെ ഭയങ്കര ടെൻഷനിലും ആണ്. അപ്പൊ നമ്മുടെ ഗീതു ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് എങ്ങനെയായിരിക്കും ആ ഒരു പ്രകടനം, നമ്മുടെ ഗീതു വിചാരിക്കുന്നത് പോലെയൊക്കെ നമ്മുടെ ഗോവിന്ദിന് സാധ്യമാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടെ. എന്തായാലും ഭയങ്കര ഒരു സന്തോഷ വാർത്ത തന്നെയാണല്ലേ, ഗീതു അമ്മയാകാൻ പോകുന്നു അല്ലെ. നമ്മുടെ ഗീതാ ഗോവിന്ദം പ്രേക്ഷകരെ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത അറിയുന്നത് അല്ലെ. എന്തായാലും കാത്തിരുന്നതിനെ കാണോട്ടെ, ഒരു മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കോട്ടെ വരാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.